ഗോതമ്പ് മാവ് വെച്ച് അടിപൊളി സോഫ്റ്റ് ഇഡലി നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിനായി 1 കപ്പ് ഗോതമ്പ് മാവ്, 1/4 കപ്പ് റവ, 1/2 കപ്പ് ചിരകിയ തേങ്ങ, 1/4 കപ്പ് ചോറ്, ഇത്രയും ഇഡലി ബാറ്ററിന്റെ പരുവത്തിൽ നമുക്ക് അരച്ചെടുക്കണം. ഉപ്പും ചേർത്ത് അരച്ചെടുത്ത മാവ് നമുക്ക് 7-8 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമ്മളിത് രാത്രിയിലാണ് കേട്ടോ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. രാവിലെ തുറന്ന് നോക്കിയപ്പോൾ നന്നായി പൊളിച്ച് വന്നിട്ടുണ്ട്. നല്ല തിക്ക് ബാറ്ററായി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒന്ന് വഴറ്റിയെടുക്കണം. അതിനായി 1 സവാള, 1 ക്യാരറ്റ്, 2 പച്ചമുളക്, 10 ബീൻസ്, ഇഞ്ചി ഇതെല്ലാം ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത് അതൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി റെഡിയാക്കി എടുക്കണം. അതിന് നമ്മളൊരു ചീനച്ചട്ടിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഓയിൽ ഒഴിച്ച് താളിച്ച ശേഷം അരച്ച് വെച്ചുള്ള അരപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഉപ്പും ചേർത്തൊന്ന് തിളച്ച് വന്നപ്പോൾ മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡലി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇഡലി പാത്രം വെച്ച് തട്ട് വെച്ച് അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇഡലി റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വരുന്നവരെല്ലാവർക്കും ബൈ.